Welcome to BSc Main Physics, Semester 4, Class number 48, Classical Mechanics. Unit 7 continues, Special Theory of Relativity, and today the topic is Time Dilation and Twin Paradox. Time Dilation and Twin Paradox. Two topics, small topics we discuss today along with some problems. BSc Main Physics, Semester 4, Classical Mechanics paper, 48th lecture. Time dilation first and then twin paradox. What is time dilation? You see the meaning of time dilation. Dilation, spelling D-I-L-A-T-I-O-A. The meaning is expansion. സമയം വലുതാകുക എന്നർത്ഥം. സമയം വലുതാക്കൽ എന്നാണ് മലയാളത്തിൽ പറയാം. സമയത്തിൻ്റെ വലുതാകൽ, ടൈം ഡൈലേഷൻ, ടൈം ഇങ്ങനെ നീണ്ടുപോവുക എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ അത് റിലേറ്റിവിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് ടൈം ഡൈലേഷൻ. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെങ്ത് കോൺട്രാക്ഷൻ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട ടേമാണ് ടൈം ഡൈലേഷൻ. Time intervals are affected by relativistic motion if the time interval between two events in space as observed on a clock in a moving frame is t and the same time interval between the same two events as noted on a clock in a stationary frame is t0, then t is equal to t0 by root of 1 minus v square by c square. Read it again. Time dilation. The time intervals are affected by relativistic motion if the time interval between two events in space as observed on a clock in a moving frame is t and the same time interval between the same two events as noted on a clock in a stationary frame is t0, then t is t0 in the root of 1 minus v square by c square. അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ സ്റ്റേഷനറി ഫ്രെയിമിൽ, സ്റ്റേഷനറി സിസ്റ്റത്തിൽ നമ്മൾ അളക്കുന്ന ടൈം, രണ്ട് ഇവൻറ്റ് തമ്മിലുള്ള ടൈം, അതൊരു മൂവിങ് സിസ്റ്റത്തിൽ അളന്നാൽ വ്യത്യാസമുണ്ടായിരിക്കും. മൂവിങ് സിസ്റ്റത്തിൽ ടൈം വലുതാവും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു സ്റ്റേഷനറി ഫ്രെയിം നമുക്കറിയാമല്ലോ, അതൊരു അബ്സ്ട്രാക്ഷനാണ്, ഒരു കൺസെപ്റ്റാണ്, അങ്ങനെ ഉള്ളത് വിചാരമാണ്. അപ്പോൾ സ്റ്റേഷനറി ഫ്രെയിം, ഇപ്പോൾ എർത്ത് വേണമെങ്കിൽ നമുക്ക് തൽക്കാലം സ്റ്റേഷനറി ഫ്രെയിമായിട്ട് വിചാരിക്കാം. എർത്ത്, പിന്നെ ഒരു ആക്സിലേറ്റിംഗ് റോക്കറ്റ് അല്ലെങ്കിൽ ലിഫ്റ്റ്, ആക്സിലേറ്റിംഗ് റോക്കറ്റ്, അത് മറ്റൊരു ഫ്രെയിമാണ്. അപ്പോൾ ഇവിടെ ഈ റെസ്റ്റ് ഫ്രെയിമിൽ നമ്മൾ രണ്ട് ഇവൻറ്റ് തമ്മിലുള്ള ടൈം ഗ്യാപ്പ് എടുക്കുകയാണ്. ഇപ്പോൾ രണ്ട് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പീക്ക് ഇവൻ്റ് എന്ന് പറയത്തില്ലേ, ഒരു പടക്കം പൊട്ടുക, ഒരു ഷെൽ എക്സ്പ്ലോഡ് ചെയ്യുക, ഒരു സ്മോൾ ഷെൽ എക്സ്പ്ലോഡ് ചെയ്യുക, അത് ഇവൻ്റ് എന്ന് പറയും. അപ്പോൾ രണ്ട് പടക്കം പൊട്ടുന്നതായിട്ട് വിചാരിക്കുക. ഒന്നാദ്യം, കുറച്ച് കഴിഞ്ഞ് രണ്ടാമത്. അപ്പോൾ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ആ ടൈം ഗ്യാപ്പിലാണ് നമ്മൾ T0 എന്ന് പറയുന്നത്. എവിടെ? റെസ്റ്റ് ഫ്രെയിമിൽ. എർത്തിനെ ഒരു റെസ്റ്റ് ഫ്രെയിമായിട്ട് സങ്കല്പിച്ചിട്ട് രണ്ട് ഷെല്ലുകൾ എക്സ്പ്ലോഡ് ചെയ്യുന്ന ആ ടൈം ഗ്യാപ്പ് എടുക്കുക. നമ്മൾ ഉത്സവത്തിനൊക്കെ നിൽക്കുകയാണെങ്കിൽ അവിടെ പടക്കമൊക്കെ പൊട്ടിക്കുന്നത് കാണാം, അല്ലെങ്കിൽ ഈ വാണം മേപ്പോട്ട് അയച്ച് പൊട്ടുന്നത് കാണാം. ഇപ്പോൾ രണ്ടെണ്ണം പൊട്ടുന്നതിനിടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട്, ആ ടൈം ഗ്യാപ്പ്. ഇപ്പോൾ രണ്ട് ഷെല്ലുകൾ എക്സ്പ്ലോഡ് ചെയ്യുന്നതിനിടയ്ക്കൊരു ടൈം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ റെസ്റ്റ് ഫ്രെയിമിൽ അത് T0 ആണെങ്കിൽ, ഇതേ ഇവൻറ്റുകൾ ഒരു മൂവിങ് ഫ്രെയിമിൽ, സഞ്ചരിക്കുന്ന ഒരു ഫ്രെയിമിൽ സംഭവിക്കുകയാണെങ്കിൽ, ഒരു ഫാസ്റ്റ് മൂവിങ് റോക്കറ്റിൽ സംഭവിക്കുകയാണെങ്കിൽ, ഇതേ ഗ്യാപ്പിൽ സംഭവിക്കുകയാണെങ്കിൽ അവിടെ സമയം അളന്നാൽ നമുക്ക് കൂടുതൽ കിട്ടും, ടൈം വലുതാകും. റെസ്റ്റ് ഫ്രെയിമിലുള്ള ടൈമിനേക്കാൾ കൂടുതലായിരിക്കും അതേ രണ്ട് ഇവൻറ്റുകൾ ഒരു മൂവിങ് ഫ്രെയിമിൽ വാച്ച് ചെയ്താൽ. ഇതിനെയാണ് നമ്മൾ ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് ആ t is equal to t0 in root of 1 minus v square by c square. അപ്പം ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ പറയുന്ന ടൈം ഈസ് അബ്സല്യൂട്ട് എന്ന് പറയുന്ന കാര്യം ഇവിടെ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് ശരിയാകത്തില്ല. മൂവിങ് ഫ്രെയിമിൽ രണ്ട് ഇവൻറ്റുകൾ നമ്മൾ മൂവിങ് ഫ്രെയിമിലും അതുപോലെ റെസ്റ്റ് ഫ്രെയിമിലും നോക്കുകയാണ്. രണ്ട് ഇവൻറ്റുകൾ തമ്മിലുള്ള ടൈം ഒരു മൂവിങ് ഫ്രെയിം വെച്ചും ഒരു റെസ്റ്റ് ഫ്രെയിം വെച്ചും നമ്മൾ കണക്ക് കൂട്ടുകയാണ്. മൂവിങ് ഫ്രെയിമിലെ ടൈം എപ്പോഴും വലുതായിട്ട് തോന്നും. ഇവിടെ ആ ഇക്വേഷൻ നോക്കുക, t is t0 by root of 1 minus v square by c square. ലെങ്ത് കോൺട്രാക്ഷൻ ആണെങ്കിൽ L is L0 ഇൻറ്റു ആണ് പറഞ്ഞിട്ടുണ്ട്, L is L0 ഇൻറ്റു റൂട്ട് ഓഫ് ആണ്. ഈ ടൈം ഡൈലേഷൻ ആണെങ്കിൽ t is t0 ബൈ ആണ്.
നമ്മുടെ ആ √(1 - v²/c² പ്രധാനപ്പെട്ട ടേമാണല്ലോ. അപ്പോൾ അതിങ്ങനെ മാറിയും തിരിഞ്ഞും വരും. അപ്പോൾ ലെങ്ത് കോൺട്രാക്ഷനിൽ ഈ നമ്മൾ ഇക്വേഷൻ പറയുമ്പോൾ L=L0 ഇൻറ്റു √(1 - v²/c²) ആണ്. ഇവിടെ ആ ടൈം ടി, വലുതായ സമയം, മൂവിങ് ഫ്രെയിമിലെ ടൈം ടി ഈസ് T0/√(1 - v²/c². അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ട്വിൻ പാരഡോക്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ആ ടൈം ഡൈലേഷന് ഒരു സെൻറ്റൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതും പരീക്ഷയ്ക്ക് എഴുതണം. ദിസ് മീൻസ് ദാറ്റ് ദ ക്ലോക്ക് ഇൻ ദി മൂവിങ് ഫ്രെയിം ടിക്സ് ലെസ് റാപ്പിഡ്ലി ദാൻ ദ ക്ലോക്ക് ഇൻ ദ സ്റ്റേഷണറി ഫ്രെയിം. ദിസ് ഈസ് റെഫർഡ് ടു ആസ് ടൈം ഡൈലേഷൻ. അതായത് ഒരു മൂവിങ് ഫ്രെയിമിൽ ക്ലോക്ക് ടിക്ക് ചെയ്യുന്നത് കുറച്ചുകൂടി സാവധാനത്തിലാണ് ഒരു റെസ്റ്റ് ഫ്രെയിമിൽ ക്ലോക്ക് ടിക്ക് ചെയ്തതിനേക്കാൾ. ടിക്ക് ചെയ്യുന്ന മനസ്സിലായില്ലേ, ടിക്ക് അടിക്കുക, ടിക്ക് ടിക്ക് എന്നാണല്ലോ പോകുന്നത്. അപ്പോൾ 2 ടിക്ക് തമ്മിലുള്ള സമയം ഈ മൂവിങ് ഫ്രെയിമിൽ എപ്പോഴും കൂടുതലാണെന്ന്. ക്ലോക്ക് ടിക്ക് ചെയ്യുമ്പോൾ 2 ടിക്കുകൾ തമ്മിലുള്ള ടൈം ഗ്യാപ്പ് മൂവിങ് ഫ്രെയിമിൽ എപ്പോഴും കൂടുതലാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇതിനാണ് ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത്. സമയം വലുതാകൽ, ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത്. The time T0 is called proper time. Time T0 is called proper time and T is called relativistic time. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ടൈം ഡൈലേഷൻ. വാട്ട് ഈസ് പ്രോപ്പർ ടൈം? പ്രോപ്പർ ടൈം ഈസ് T0, ദാറ്റ് ഈസ് ടൈം ഗ്യാപ്പ് ഇൻ എ റെസ്റ്റ് ഫ്രെയിം. അപ്പോൾ ഇത്രയും എഴുതണം ടൈം ഡൈലേഷൻ ചോദിച്ചാൽ. ഇനി ഈ ടൈം ഡൈലേഷൻ മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിളാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ ട്വിൻ പാരഡോക്സ് എന്ന് പറയുന്നത്. ട്വിൻ പാരഡോക്സ്, ട്വിൻ എന്ന് പറഞ്ഞാൽ ഇരട്ടക്കുട്ടികൾ. പാരഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ഓപ്പോസിറ്റ് ട്രൂത്ത്, വിരോധാഭാസം എന്ന് പറയും. സംതിങ് ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു അവർ എക്സ്പെക്റ്റേഷൻ. പാരഡോക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് എതിരായിട്ട് വരുന്നതിനാണ് പാരഡോക്സ് എന്ന് പറയുന്നത്. പാരഡോക്സ്, നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് സംഭവിച്ചാൽ അതിന് നമ്മൾ പാരഡോക്സ് എന്ന് പറയും, വിരോധാഭാസം എന്ന് പറയും. വിരോധാഭാസം എന്താ അർത്ഥം? വിരോധാഭാസം, ഓപ്പോസിറ്റ് ട്രൂത്ത് എന്ന് പറയുന്ന അർത്ഥം എന്താണ്? നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ എതിരായിട്ട് സംഭവിക്കുക. അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കുമല്ലോ, പ്രതീക്ഷിക്കുന്ന ഓപ്പോസിറ്റായിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോളേജിലൊക്കെ എന്താണ് നമ്മൾ കാണുന്നത്? അവിടെ അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കുട്ടികൾ അധ്യാപകരെ പഠിപ്പിച്ചാൽ അതിനെ നമ്മൾ പാരഡോക്സ് എന്ന് പറയും, ഓപ്പോസിറ്റ് ട്രൂത്ത് എന്ന് പറയും. തിരിച്ചാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ കോളേജുകളിലൊക്കെ ചിലടത്ത്. ട്വിൻ പാരഡോക്സ് ഇരട്ടക്കുട്ടികളെ സംബന്ധിക്കുന്ന ഒരു ഓപ്പോസിറ്റ് ട്രൂത്താണ്. അപ്പോൾ നോക്കിയേ, സപ്പോസ് 2 എക്സാക്ട്ലി ഐഡൻറ്റിക്കൽ ട്വിൻസ്, ഇരട്ടക്കുട്ടികളുടെ ട്വിൻ ബ്രദേഴ്സ്, സഹോദരരായിട്ടുള്ള ട്വിന് എക്സാക്ട്ലി ഐഡൻറ്റിക്കലാണ്, കണ്ടാൽ തിരിച്ചറിയത്തില്ല. അതുപോലുള്ള 2 ഇരട്ടക്കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ലെറ്റ് വൺ ഓഫ് ദി ട്വിൻസ് ഗോ ഫോർ എ ലോങ് സ്പേസ് ജേർണി ഇൻ എ ഹൈ സ്പീഡ് റോക്കറ്റ് ആൻഡ് ദി അതർ സ്റ്റേ ബിഹൈൻഡ് on the earth. The clock in the moving rocket will appear to move slower than the clock on the surface of earth in accordance with the relation T is T0/√(1 - v²/c². You see, what is twin paradox? Suppose 2 exactly identical twin brothers, ഒരേപോലുള്ള 2 ട്വിൻസിനെ വിചാരിക്കുക, ബ്രദേഴ്സ് ഓർ 10 സിസ്റ്റേഴ്സ്. ലെറ്റ് വൺ ഓഫ് ദി ട്വിൻസ് ഗോ ഫോർ എ ലോങ് സ്പേസ് ജേർണി ഇൻ എ ഹൈ സ്പീഡ് റോക്കറ്റ്. ആ ട്വിൻസിൽ ഒരാൾ ഒരു ഹൈ സ്പീഡ് റോക്കറ്റിൽ ഒരു ലോങ് ജേർണിക്ക് പോവുകയാണ്, യാത്ര പോവുകയാണ്. ആൻഡ് ദി അതർ സ്റ്റേ ബിഹൈൻഡ് ഓൺ ദി എർത്ത്. രണ്ടാമത്തെ ആൾ ഭൂമിയിൽ നിൽക്കും, ഒരാൾ റോക്കറ്റിൽ പോകും. The clock in the moving rocket will appear to move slower than the clock in the surface of earth. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ മൂവിങ് റോക്കറ്റിലെ ക്ലോക്ക് പതുക്കെ ടിക്ക് ചെയ്യും. എർത്തിലെ ക്ലോക്ക് സാധാരണ രീതിയിൽ ടിക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, T is T0/√(1 - v²/c². അപ്പോൾ ഭൂമിയിലുള്ള ക്ലോക്ക് പതിവ് രീതിയിൽ ടിക്ക് ചെയ്യുമ്പോൾ റോക്കറ്റിനകത്തുള്ള ക്ലോക്ക് ആ ചലിച്ച് മൂവ് ചെയ്ത റോക്കറ്റിലെ ക്ലോക്ക് സാവധാനത്തിൽ ടിക്ക് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? Therefore when he returns, ആ പോയ ആൾ
റോക്കറ്റിൽ പോയ ആൾ വെൻ ഹി റിട്ടേൺസ് ടു എർത്ത് ഹി ഫൈൻഡ് ഹിംസെൽഫ് യങ്ങർ നമ്മളൊരു എക്സ്ക്ലേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്, അത്ഭുതം. ഹി ഫൈൻഡ് ഹിംസെൽഫ് യങ്ങർ ദാൻ ദ ട്വിൻ ഹൂ സ്റ്റേഡ് ബിഹൈൻഡ് ഓൺ ദി എർത്ത്. അപ്പോൾ ഒരാൾ യാത്ര പോയി, മറ്റേ ആൾ ഭൂമിയിൽ തന്നെ നിന്നു. ഐഡൻറ്റിക്കൽ ബ്രദേഴ്സാണ്, രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ പോയാൾ തിരിച്ചു വരുമ്പോൾ അയാൾ കാണുന്നത് എന്താണ്? അയാളുടെ ട്വിൻ ബ്രദറിനേക്കാൾ കുറെ കൂടി ചെറുപ്പമായിട്ട് തോന്നും. ഈ ഭൂമിയിൽ നിൽക്കുന്ന ആളിനേക്കാൾ ചെറുപ്പമായിട്ട് തോന്നും ആ പോയി വന്ന ആളിന്. കാരണം എന്താണ്? അയാൾക്ക് സമയം പതുക്കെയാണ് പോണത്. സമയം പതുക്കുമ്പോൾ 1 സെക്കൻഡ് എന്നുവെച്ചാൽ ഭൂമിയിൽ ചിലപ്പോൾ 1 ദിവസമായിട്ട് വിചാരിച്ചോളൂ. ആ മൂവിങ് റോക്കറ്റിലെ 1 സെക്കൻഡ് ഭൂമിയിലുള്ളതിൻ്റെ വളരെ കൂടുതലായിട്ട് തോന്നും. ആ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലാകുമ്പോൾ ടൈം കൂടുതലാണ്. അങ്ങനെയാണ്. ആ മൂവിങ് റോക്കറ്റിൽ സമയം പതുക്കെയല്ല ടിക്ക് ചെയ്യുന്നത്. 1 സെക്കൻഡ് കുറേ നേരം എടുക്കും ആ ഭൂമിയിൽ കിടക്ക് വെച്ച് പറയുമ്പോൾ. അപ്പോൾ ഭൂമിയിലുള്ള ആളിന് സാധാരണ പോവുകയും മറ്റേ ആൾക്ക് ടിക്ക് ചെയ്യുന്ന പതുക്കെ ആകുമ്പോൾ ആ ഒരു ടിക്കിനിടയ്ക്കുള്ള ഗ്യാപ്പാണല്ലോ സെക്കൻഡ് എന്ന് പറയുന്നത്, 2 ടിക്കിനിടയ്ക്കുള്ള ഗ്യാപ്പ്. അപ്പോൾ റോക്കറ്റിലുള്ള ആളിന് ഈ ക്ലോക്ക് ടിക്ക് ചെയ്യാൻ സമയം കൂടുതലെടുക്കും എന്ന് പറഞ്ഞാൽ അയാൾക്ക് ദിവസങ്ങൾ പെട്ടെന്ന് നീങ്ങുന്നില്ല. അയാൾക്ക് വല്ല ഒരു വയസ്സൊക്കെ 1 കൊല്ലം കഴിയുമ്പോൾ ഭൂമിയുള്ള ആളിന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കും. അപ്പോൾ അയാൾ വന്ന് ഈ റോക്കറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ അയാൾ ട്വിനേക്കാൾ എങ്ങനെയായിട്ട് തോന്നും. കാരണം അയാൾക്ക് സമയം വലുതായത് കൊണ്ട് സമയം 1 വർഷം എന്നൊക്കെ പറഞ്ഞാൽ ഭൂമിയുള്ള ആളിനൊരു 10 വർഷമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഭൂമിയിലുള്ള ആളിന് പ്രായം കൂടുതലും റോക്കറ്റിൽ പോയ ആളിന് പ്രായക്കുറവായിട്ടും തോന്നാം. ഇതാണ് ട്വിൻ പാരഡോക്സ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് ഈ ട്വിൻ പാരഡോക്സ് ഐഡിയ മനസ്സിലായല്ലോ. 2 ട്വിൻസ്, ഒരാൾ ഹൈസ്പീഡ് റോക്കറ്റിൽ പോകും, അയാൾ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഭൂമിയിൽ ഉണ്ടായിരുന്ന അയാളുടെ സഹോദരനേക്കാൾ പ്രായക്കുറവ് തോന്നും. കാരണം മൂവിങ് റോക്കറ്റിൽ ടൈം പതുക്കെ ടിക്ക് ചെയ്യുന്നുണ്ട്, ക്ലോക്ക് പതുക്കെ ടിക്ക് ചെയ്യുന്നുണ്ട്, ടൈം വലുതാകുന്നതുകൊണ്ടാണ്. ഇത് സംഭവിക്കണമെങ്കിൽ, അപ്പോൾ ഇതിങ്ങനെ സംഭവിക്കുമെന്ന് ചിലർക്ക് സംശയം ഉണ്ടാകും. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഈ റോക്കറ്റ് പോകേണ്ടത് വെലോസിറ്റി ഓഫ് ലൈറ്റിന് അടുത്ത സ്പീഡിലാകണം. സ്പീഡ് വളരെ കൂടെങ്കിൽ മാത്രമേ ഈ ടൈം ഡൈലേഷൻ പോലെയുള്ള കാര്യങ്ങൾ, ലെങ്ത് കോൺട്രാക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ. ഹൈ സ്പീഡ് റോക്കറ്റിൽ പോകണം, നമ്മുടെ ഇമാജിനേഷൻ അപ്പുറത്തുള്ള റോക്കറ്റിൽ പോകണം, അല്ലെങ്കിൽ ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഒക്കെ ചലിക്കുന്ന സ്പീഡിൽ പോകണം. അങ്ങനെ പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടൈം ഡൈലേഷൻ ശരിക്കും ഫീൽ ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ ഈ സഹോദരൻ ഇങ്ങനെ പ്രായം കൂടി ഭൂമിയിൽ നിൽക്കുന്നതായിട്ട് തോന്നുകയുള്ളൂ. അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ട്വിൻ പാരഡോക്സ്. ഇത് നമുക്ക് 1-2 പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുന്നതിന് ആദ്യം ലെങ്ത് കോൺട്രാക്ഷൻ്റെ പ്രോബ്ലം ചെയ്തതിന് ശേഷമാണ് ടൈം ഡൈലേഷൻ പ്രോബ്ലം ചെയ്യുന്നത്. ലെങ്ത് കോൺട്രാക്ഷൻ്റെ പ്രോബ്ലം ചെയ്യാനുള്ള ഇക്വേഷൻ അറിയാമല്ലോ. L=L0 × 1 - v²/c² ആണ്. L0 വിളിക്കുന്ന പേരാണ് പ്രോപ്പർ ലെങ്ത്, റെസ്റ്റ് ലെങ്ത്. So you see the first problem, assuming LF contraction. The meaning is length contraction. Calculate the apparent length of a meter scale moving at a speed of 2.5 × 10⁸ meter per second. ഒരു മീറ്റർ സ്റ്റിക്ക് പോകുന്ന സ്പീഡാണ് v, 2.5 × 10⁸ meter per second. അപ്പോൾ LF കോൺട്രാക്ഷൻ വെച്ചിട്ട് എന്താണ് അതിൻ്റെ കോൺട്രാക്റ്റഡ് ലെങ്ത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നോക്കിയാൽ L=L0 × 1 - v²/c². L0 1 meter because it is a meter stick, meter scale. L is question mark, v is given as 2.5 × 10⁸ meter per second, and c you know it is velocity of light, 3 × 10⁸ meter per second. So we calculate what we get. L=L0 1 × √1 - v²/c², 2.5 × 10⁸ the square by 3 × 10⁸ the square equal 1 × 1 minus √1 minus 0.6944. You calculate using a calculator. Root of 0.3056
ദാറ്റ് ഈസ് 0.5527 മീറ്റർ. അർത്ഥം ഇതാണ്, 1 മീറ്റർ നീളമുള്ള ഒരു മീറ്റർ സ്റ്റിക്ക് 2.5 × 10⁸ മീറ്റർ പെർ സെക്കൻഡിൽ ചലിച്ചാൽ ആ ഒരു ലെങ്ത് കുറഞ്ഞ് ഏതാണ്ട് ഒരു പകുതിയോളം, ഒരു 55 സെൻറ്റിമീറ്റർ ആയിട്ട് കുറയും. 100 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന മീറ്റർ സ്കെയിൽ എന്നാണ് അർത്ഥം. ഇതോടെ ഇപ്പോൾ അടുത്ത പ്രോബ്ലമാണ്. എ റോഡ്, ആ റോഡ് ആയിട്ടോ, എ ഇല്ല, എ വിട്ടിരിക്കുകയാണ്. എ റോഡ് ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി 0.6c ആണ് കേട്ടോ. അപ്പോൾ സി കട്ട് ചെയ്ത് പോകും. ആ 0.6 കൂടെ ഒരു സി കൂടി ചേർക്കുക, സി 0.6c, ഒരു സ്മോൾ ലെറ്റർ സി എന്ന് വേണേ. 0.6c with respect to a laboratory, if an observer situated in the laboratory measures the length as 1 meter, calculate the proper length. അപ്പോൾ ഇത് മെഷേർഡ് ലെങ്ത് ആണ്, കോൺട്രാക്റ്റഡ് ലെങ്ത് ആണ് 1 മീറ്റർ എങ്കിൽ അതിൻ്റെ പ്രോപ്പർ ലെങ്ത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നോക്കിയേ. L is the contracted length is 1 meter. L0 question mark. L is L0 into root of 1 minus v square by c square. 1 is L0 into root of 0.6c. The velocity is 0.6c by square by c square. C square cancels. 1 is L0 into root of 1 minus 0.36. 1 is L0 into root of 0.64. That is 1 is L0 into 0.8 because root of 0.64 is 0.8. L0 is 1 by 0.8, 10 by 8, 5 by 4, 1.25 meter. That is the proper length. One more problem. പവർ ഫെയിലിയർ ആണ്. ഇത് വായിക്കാം. ഹൗ ഫാർ, ഫാസ്റ്റ് അല്ല, ഫാർ ആകട്ടെ. നോക്കട്ടെ എന്താണ്, നോക്കട്ടെ. ഫാസ്റ്റ് തന്നെ. ഹൗ ഫാറിൻ്റെ ക്വസ്റ്റ്യൻ വേറെയുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ വായിച്ചത്. ഹൗ ഫാസ്റ്റ്, എന്ത് വേഗത്തിൽ. ഹൗ ഫാസ്റ്റ് എ റോക്കറ്റ് has to go related to an observer. നിങ്ങൾ വായിക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ അവിടെ കുറച്ച് ഡാർക്കാണ്, ഒന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഹൗ ഫാസ്റ്റ് എ റോക്കറ്റ് ഹാസ് ടു ഗോ റിലേറ്റഡ് ടു ആൻ ഒബ്സർവർ ഫോർ ഇസ് ലെങ്ത് കോൺട്രാക്റ്റഡ് ടു 1% ഓഫ് ഈസ് ലെങ്ത് അറ്റ് റെസ്റ്റ്. റെസ്റ്റിലുള്ള ലെങ്തിൻ്റെ 1% കുറയാൻ എന്തുമാത്രം വേഗത്തിൽ ഒരു റോക്കറ്റ് ചലിക്കണം. റെസ്റ്റുള്ള ലെങ്തിൻ്റെ 1% കുറയാൻ എന്തുമാത്രം വേഗത്തിൽ ഒരു റോക്കറ്റ് ചലിക്കണം. അപ്പോൾ L is L0 into root of 1 minus v square by c square. L is 1% of L0. ആ കോൺട്രാക്ട് 2 ആണ് കേട്ടോ. ആ ലെങ്ത് കുറഞ്ഞ 1% ആകിയാണ്. കോൺട്രാക്ട് 2 ആണ്. കോൺട്രാക്ട് ബൈ അല്ല. ബൈ ആണെങ്കിൽ നമ്മൾ 1% കുറഞ്ഞു എന്ന് കാണിച്ചാൽ മതി. ഇത് 1% കുറയാണ്. ആകെ ഉള്ളതിൻ്റെ ലെങ്തിൻ്റെ 1% കുറയും. കോൺട്രാക്റ്റഡ് 2, നമ്മൾ പ്രപ്പോസൽ ശരിക്കും വായിക്കണം. കോൺട്രാക്റ്റഡ് 2 1% ആണ്. കോൺട്രാക്റ്റഡ് ബൈ ആണെങ്കിൽ നമുക്ക് ഈ 1% കുറച്ചാൽ മതി. ഇത് കോൺട്രാക്റ്റഡ് ആണെങ്കിൽ 1% തന്നെ എടുക്കണം. അതായത് L is 1% ഓഫ് L0. കോൺട്രാക്റ്റഡ് ബൈ ആണെങ്കിൽ നമ്മൾ L0 മൈനസ് 1% എന്ന് കൊടുക്കണം. 1% ഓഫ് L0. സോ കോൺട്രാക്റ്റഡ് 2 1%, that is L is equal to contracted length is equal to 1% of L0, 1 by 100 L0, that is 0.01 L0. Put the value in the equation. 0.01 L0 is L0 into root of 1 minus v square by c square. That is 0.01 is root of 1 minus v square by c square. Squaring 0.0001 is 1 minus v square by c square. That is v square by c square is 1 minus 0.0001, 0.9999. Root എടുക്കുക, b by c, it is also 0.9999. So v is equal to 0.9999c, which is equal to nearly 1. So 1c. v is nearly equal to 1c. അതായത് ആ റോക്കറ്റ് വെലോസിറ്റി ഈ ലൈറ്റ് സ്പീഡ് തുല്യമാണെങ്കിൽ
മാത്രമേ ഈ ലെങ്ത് 1%ലേക്ക് കോൺട്രാക്റ്റ് ചെയ്യുകയുള്ളൂ. റോക്കറ്റിൻ്റെ സ്പീഡ് വെലോസിറ്റി ഓഫ് ലൈറ്റിന് തുല്യമായിട്ട് വന്നെങ്കിൽ മാത്രമേ റോക്കറ്റിൻ്റെ സ്പീഡ് ഈ സിയിലേക്ക് വരികയുള്ളൂ. അല്ല, ഈ റോക്കറ്റിൻ്റെ ലെങ്ത് 1% ആകണമെങ്കിൽ ഈ റോക്കറ്റ് സി വേഗത്തിൽ പോകണം. One more problem here. How fast a rocket, ഇത് റിപ്പീറ്റേഷൻ പ്രോബ്ലം കേട്ടോ, ഹോംവർക്കാണ്. How fast a rocket has to go related to observer force length contracted to 97% of its rest length. ആൻസർ ഞാൻ ബ്രാക്കറ്റ് കൊടുത്തതാണ്, അത് നമ്മൾ ചെയ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. L=L0 √1 - v²/c². ആ പുതിയ ലെങ്ത് 97% ആണ്. അപ്പോൾ 0.97 L0 is L0 × √1 - v²/c². സ്ക്വയർ ചെയ്യണം, L0 വെട്ടിപ്പോയിട്ട് സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 0.0591 is v²/c². v/c is 0.2431. v is 0.2431 c or 0.243 c. v is equal to 0.243 c. സീന് പിന്നെ യൂണിറ്റ് വേണ്ട കേട്ടോ. സിയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാമല്ലോ, 3.3 × 10⁻⁸ m/s. അപ്പോൾ സി എന്ന് നമ്മൾ ഈ വെലോസിറ്റി എക്സ്പ്രസ് ചെയ്താൽ പിന്നെ m/s ആവശ്യമില്ല, ഓർത്തോളണം. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 0.243 × 3 × 10⁸8 m/s ആണ്. അപ്പോൾ ആരെങ്കിലും ഒരു സ്പീഡ് സി ടൈമിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ m/s ചേർക്കേണ്ടതായ ആവശ്യമില്ല. That is all with your 48th lecture. We continue with the problems in the next class. Thank you.